ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. പ്രിയക ദൈവത്തിന് സ്തുതി. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി ദൈവമക്കൾക്ക് ഈ വണ്ണം കൂടിയിരുവാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും പാടി സ്തുതിപ്പാനും അവിടുത്തെ വചനം കേൾപ്പാനും ഒരവസരം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ചെറിയ കൂട്ടമെങ്കിലും കർത്താവ് നമ്മെയും കാണുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ നമ്മളെക്കാൾ മുമ്പ് അവന് അറിയുന്നുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യമായ ആഹാരം അവൻ തന്ന് അനുഗ്രഹിക്കും. വിശപ്പോടെയും ദാഹത്തോടെയും പ്രാർത്ഥനയോടുകൂടിയും ഇരിക്കണം എന്നുള്ളത് ആണ് അതിൻ്റെ അടിസ്ഥാനപരമായ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതാണ് റജി ഓർപ്പിച്ചല്ലോ, വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക എന്നുള്ളത്. കാരണം ആത്മീയ കൂട്ടായ്മയാണ്. ആത്മീയ കൂട്ടായ്മയിൽ ലോക കാര്യങ്ങളല്ല നമുക്ക് സംസാരിക്കേണ്ടത്, ലോക കാര്യങ്ങളല്ല നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടത്. അത് സ്വർഗീയ രഹസ്യങ്ങളും സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ കലവറയുമാണ് നമുക്ക് തുറന്നു കിട്ടേണ്ടത്. പ്രാർത്ഥനയോട് കൂടിയിരിക്കണമേ എന്ന് മുന്നമേ ഓർപ്പിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പങ്കുവച്ച വേദഭാഗത്തിൻ്റെ തുടർഭാഗമായിട്ട് ചിന്തിപ്പാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ കൂടിയൊരുവിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് എടുത്ത കുറിവാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് ഇവിടെ അത് വായിക്കുന്നത്: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നമുക്കൊരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കൂടിയിരുവന്റെ അനുഗ്രഹത്തിനായിട്ട്, കർത്താവിൻ്റെ സാമീപ്യത്തിനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ വ്യാപാരത്തിനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളോടത് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ വാഴ്ത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവണ്ണം കൂടിയൊരുവാൻ കർത്താവ് അനുവദിച്ചല്ലോ, നന്ദി കർത്താവ്. അവിടുന്ന് വാഗ്ദത്ത പ്രകാരം നീ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുക. സ്തോത്രം. നീ ഞങ്ങളെ വ്യക്തിപരമായിട്ട് അവിടുന്ന് കാണുന്നുണ്ടല്ലോ കർത്താവ്. അവിടുത്തെ ആ കരസ്പർശം, ആ തലോടൽ ഒന്ന് അനുഭവിപ്പാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കരുണ വേണം. അവിടുന്ന് ആശ്വാസപ്രദൻ, സമാധാന പ്രഭു, സൗഖ്യമാക്കുന്ന യഹോവ റാഫ, തക്ക സമയത്ത് ഇടപെടുന്ന യഹോവ ഇരേ ആയിരിക്കാല്. സ്തോത്രം, നന്ദി. ഈ കൂടിയൊരുവനെ കർത്താവ് അനുഗ്രഹിക്കണം. ഇതില് ശുശ്രൂഷിച്ച മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. നേതൃത്വം കൊടുക്കുന്ന മകന്, സ്വാപന ശുശ്രൂഷിക്കാൻ ഒരുങ്ങുന്നവര്, ഇതില് ഇന്ന് പങ്കെടുക്കാൻ കഴിയാതെ പോയവര്, അവരായിരിക്കുന്നിടത്തൊക്കെ കർത്താവിന്റെ കൃപയും വഴിനടത്തലും ഉണ്ടായിരിക്കും. ഇന്ന് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നടക്കുന്ന വചന ശുശ്രൂഷകൾ, ആത്മീയ കൂട്ടായ്മകളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കും. അവിടുത്തെ ശുശ്രൂഷകളെയും കർത്താവ് ക്രമീകരിച്ച് അനുഗ്രഹിക്കും. വായിച്ച വചനഭാഗം കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. വാഴ്ത്തി നുറുക്കി 30, 60, 100 മേനിയായി തന്ന് അനുഗ്രഹിക്കണം. സ്വർഗീയ ആലോചനകൾ തന്ന അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. നാവിന്റെ തുമ്പിൽ വചനം തന്ന് അനുഗ്രഹിക്കണം. അടിയന്റെ ബലഹീനതയിൽ അവിടുത്തെ ശക്തി തികഞ്ഞു വരണം.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയായ എന്ന് പറയാൻ തക്കൊണ്ട് കൃപ അവിടുന്ന് തരണം. അവിടുന്ന് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. വഴി നടത്തുന്ന സ്തോത്രം. സ്ഥലവും ഞങ്ങൾക്ക് ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആ മറ്റൊരു കാര്യസ്ഥൻ, ഇതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ കഴിഞ്ഞ കൂടി ഒരു ചിന്തിച്ചു. ആ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഹെൽപ്പർ എന്നും മറ്റേ കർത്താവിൻ്റെ ഓടുള്ള ബന്ധത്തിൽ അവിടെ അഡ്വക്കേറ്റ് എന്നും ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ, കാര്യസ്ഥൻ എന്ന് പറയുന്ന ഹെൽപ്പർ, വിവിധ പേരുകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അത് അല്പമല്പമായിട്ട് തുടർച്ചയായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവ് ശരണപ്പെടുക. വലിയ ആഴത്തിലേക്ക് ഒന്ന് പോകാനായിട്ടല്ല ആഗ്രഹിക്കുന്നു. നമുക്ക് ആവശ്യമായി നമ്മുടെ ആത്മീയ വളർച്ചയുടെ അനുഭവം അനുസരിച്ച് ദൈവവചനം വെക്കുക. കട്ടിയായ ആഹാരം നാം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ആ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് സകലവും അറിയുന്നു. അതിനനുസരിച്ച് ഒരു വചനം നമുക്ക് കർത്താവ് തരുമ്പോൾ ആ വചനം ഏത് സാഹചര്യത്തിൽ എങ്ങനെ തന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് വെളിപ്പെടും. ഇവിടെ നമ്മൾ വചനം പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വചനത്തോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടാണ് വചനം പഠിക്കേണ്ടത്. അത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട്. ഈ ലോകത്തിന്റെ ബുദ്ധിയോ ജ്ഞാനമോ യുക്തിയോ കൊണ്ടോ നമ്മൾ വചനം പഠിപ്പാനോ അല്ലെങ്കിൽ വചനം ശ്രദ്ധിക്കാനായിട്ടോ ഒരിക്കലും ശ്രമിക്കരുത്. അതൊന്ന് അടിസ്ഥാനപരമായി. കാരണം പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തിൽ ആഴമേറിയ അറിവ് അവനുണ്ടായിരുന്നുവെങ്കിലും കർത്താവിനെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ആത്മീയ സത്യങ്ങൾ അറിയേണ്ട പോലെ അറിഞ്ഞപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്ന പൗലോസിനെ നമുക്ക് ഇവിടെ കാണാം. ഒഴിഞ്ഞ പാത്രത്തോടുകൂടി നമുക്ക് ഇരിപ്പാനായിട്ട് കഴിയും. പരിശുദ്ധന്മാവ് ഇവിടെ തരണം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ആ വചനത്തോട് തന്നെ ചോദിച്ചു, അല്ലെങ്കിൽ ആ വചനത്തെ അതാണ് വചനം അപ്പം നുറുക്കുക എന്ന് പറഞ്ഞ ഈ വചനത്തെയും അപ്പമായിട്ട് കാണുമ്പോൾ ഈ അപ്പം നുറുക്കി നമ്മൾ അതിനെ അല്പം അതിനെ എടുത്ത് ഭക്ഷിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ അത് രുചിപ്രദമായിട്ട് ആ കർത്താവിനെ രുചിച്ചറിവിൻ എന്നുള്ള അനുഭവം നമുക്ക് അത് അനുഭവിക്കാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ഇതിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് തുടർ ക്ലാസ്സുകളിൽ ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പോ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ഈ വചനത്തിന്റെ സാഹചര്യം അതെന്ത് കർത്താവ് എന്ന് പറഞ്ഞെന്ന് ഉള്ളത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കും. ഇവിടെ ആ വാക്യം തുടങ്ങുന്നത് തന്നെ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും എന്നാണ്. ആ എന്നാൽ എന്ന് പറയണമെങ്കിൽ അതിന് ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, എൻ്റെ 15-ാമത്തെ വാക്യമാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും എന്ന് പറഞ്ഞാണ്. അപ്പൊ ഒരു ചെറിയൊരു കണ്ടീഷൻ അവിടെ നമ്മൾ തന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ, ഒരു എങ്കിൽ അവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് അടിസ്ഥാനപരമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇതില് ആഭിചാരക്കാരനായ ശീമോനും ആഗ്രഹിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്കത് കാണും. ഒരു ആഭിചാരക്കാരനായ ശീമോനും പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചത് വേണമെന്ന് അവന് തോന്നിയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോസ്തലന്മാര് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവിടെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ ആഭിചാരകനായ അവന്റെ ആഭിചാരകത്വം അത് കുറച്ചും കൂടി വിപുലമാക്കാനായിട്ട് ശക്തമായി കൂടുതൽ
അവന്റെ ബിസിനസ്സിനെ അതിന് അല്ലെങ്കിൽ അവന്റെ ആ കാര്യങ്ങളെ പോഷിപ്പിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചത്. നമ്മൾ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നതും ഇതുപോലെയുള്ള ചില ആവശ്യങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും എന്നുള്ളത് ആ ഒരു ചിന്തയാണ് നമുക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട്. പക്ഷെ ഇവിടെ കർത്താവിന്റെ അടിസ്ഥാനപരമായിട്ട് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പൊ കർത്താവിനെ സ്നേഹിച്ചവന്റെ വചനത്തെ കാത്തുകൊള്ളുന്ന അനുഭവത്തിലായിരിക്കുന്ന അവരോട് ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതാണ് അപ്പൊ അതിന്റെ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാഗ്ദാനം അവിടെ തന്നിരിക്കുന്നത്. ഇനി ഈ വാഗ്ദാനത്തിൽ എന്താണ്, അതിന് ആ വാക്യത്തിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് പോകാം. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ്. ഇവിടെ ആത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് സത്യത്തിന്റെ ആത്മാവ് എന്ന്. ആ സത്യത്തിന്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുവാനുള്ള കാരണം, വചനത്തിലേക്ക് നോക്കുമ്പോ പോഷ്കിന്റെ ആത്മാവിനെ കാണുവാനായിട്ട് കഴിയും, ദുരാത്മാവിനെ കാണുവാനായിട്ട് കഴിയും, അശുദ്ധാത്മാവ് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോ അവിടെ എന്താണ്, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന്, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, ആത്മാവിനോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി എന്നാണ് അവിടെ അതിനെ നമുക്ക് കാണുവാനായിട്ട്. അപ്പൊ അവിടെ അങ്ങനെ അപ്പൊ ഒരു പോഷ്കിന്റെ ആത്മാവ് അല്ലെങ്കിൽ അശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അതിലെ അപ്പൊ അതാണ് അവിടെ സത്യത്തിന്റെ ആത്മാവ് എന്നവിടെ എടുത്തു പറയുവാനുള്ള കാരണം. പോഷ്കിന്റെ ഒരാത്മാവ്, അശുദ്ധാത്മാവ്, വേറെ ആത്മാക്കളുണ്ട്, അതിൻ്റെതായ പ്രവർത്തനങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിന്റെ ആത്മാവ് എന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യസ്ഥന് എന്നുള്ളത് നമ്മൾ അത് കഴിഞ്ഞ കൂടി വിശദമായിട്ട് ചിന്തിച്ചതാണ്. ഇനി അടുത്തത് ഇവിടെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത്. നമുക്ക് അറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പലരും വന്നും പോയും ഇരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അത് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനാണ്. അപ്പോ അങ്ങനെ എന്നേക്കും നമ്മളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും, പരിശുദ്ധാത്മ തരും. കർത്താവ് തന്നെ ആ തരുന്ന, എപ്പോഴും കർത്താവ് നമുക്ക് തരുന്ന അവസ്ഥയാണ്. എബ്രഹാമിന് അനുഗ്രഹം വാഗ്ദാനം ചെയ്യുമ്പോൾ ഞാൻ തന്നെ നിന്റെ അതിമഹത്തായ പ്രതിഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ നമുക്ക് പ്രതിഫലമായിട്ട് നമുക്ക് തരുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും എന്ന് പറയുന്നതിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ എന്താണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെയും നമുക്ക് തരുകയാണ്, അവനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, പുത്രനാം ദൈവത്തെ നമുക്ക് വേണ്ടി തന്നു. ഇവിടെ പരിശുദ്ധാത്മാവിനെയും നിങ്ങൾക്ക് തരും എന്ന് പറയുന്നു. എബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവം തന്നെ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞാണ്. അപ്പൊ ദൈവത്തെ തന്നെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് തരുന്ന ഒരു ദൈവത്തെ, അതാണല്ലോ ദൈവം സ്നേഹവാനായ ദൈവത്തിന് അവർ തന്ന് നമുക്ക് കൊടുക്കുന്ന ആ അനുഭവത്തിലെ ആ സ്നേഹവാനായ ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ
ഏറ്റവും അടിസ്ഥാന സ്വഭാവം അത് നമുക്ക് അവിടെ വെളിപ്പെടുത്തി തരികയാണ്. അപ്പോ ഈ വചനത്തിന്റെ ചില കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു, ഇത് സത്യത്തിന്റെ ആത്മാവാണ്. അതിന്റെ ഒരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു, അത് ദൈവത്തെ സ്നേഹിക്കുന്ന വചനം അത് കൽപ്പനകളെ പ്രമാണിക്കുന്ന, അതായത് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്. അതുകൊണ്ടാണല്ലോ ദാവീദ് 51-ാം സങ്കീർത്തനത്തില് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാ വാഗ്ദാനമാണ്, പഴയ നിയമാവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോ നിർമ്മലമായ ഒരു ഹൃദയത്തെ സ്ഥിരമായ ഒരു ആത്മാവിനെ, അപ്പൊ ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഇവിടെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം എന്താണ് ആരാണ് പരിശുദ്ധാത്മാവ് എന്ത് എന്നുള്ളത്, അത് തൃത്വത്തിൽ ഒരുവനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ തൃത്വം എന്ന് പറയുമ്പോൾ ഇന്ന് തൃത്വത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വേദപണ്ഡിതന്മാരും ഇല്ല എന്നുള്ളത് നാം അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം തൃത്വം എന്ന വാക്ക് ദൈവവചനത്തിൽ ഇല്ല, പക്ഷേ അതിന്റെ എലിമെന്റ്സ് ദൈവവചനത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും നമുക്ക് കാണുവാനായിട്ടും കഴിയും എന്നുള്ളതാണ്. ദൈവവചനം ആവർത്തന പുസ്തകം 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്നാണ് ദൈവവചനം അവിടെ വെളിപ്പെടുന്നത്. യഹോവ ഏകൻ തന്നെ, അത് വെളിപ്പെടുത്തിക്കൊണ്ടാണ്, അത് പറഞ്ഞുകൊണ്ടാണ് ദൈവവചനത്തില് ഈ ഏക ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ തന്നെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, മനുഷ്യന്റെ യുക്തിയിലോ ബുദ്ധിയിലോ ദൈവത്തെ കുറിച്ച് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധ്യമല്ല. പ്രത്യേകിച്ച് ഈ തൃത്വത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. അപ്പൊ ദൈവത്തെ സ്നേഹിപ്പാനായിട്ട് നമ്മൾക്ക് കഴിയുമ്പോൾ, ദൈവവചനം പ്രമാണിപ്പാനായിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ദൈവിക കാര്യങ്ങളും ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോ നമ്മൾ അത് പറഞ്ഞ് മനുഷ്യ ബുദ്ധിയിലോ ചിന്തയിലോ അത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. യശയ്യാപ്രവചനം 55-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ആദ്യം തന്നെ അവിടെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. എന്റെ 9-ാമത്തെ വാക്യത്തില്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും. എത്ര മനോഹരമായ ഒരു ദൈവവചനം! ആ വഴിയും വിചാരവും, ദൈവത്തിന്റെ വഴിയും വിചാരവും, അത് രണ്ടും, അത് ക്വാളിറ്റിയിലും അത് ക്വാണ്ടിറ്റിയിലും വളരെയധികം ഉയർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ആ വഴി വിചാരം, മനുഷ്യന്റെ, അത് രണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോ, ദൈവത്തിന്റെ വഴിയും വിചാരവും എന്ന് പറയുന്നത് അത് നിർമ്മലമാണ്, അത് തികഞ്ഞതാണ്, അത് സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞതാണ്. ആ ദൈവ വഴിയിൽ കൂടിയുള്ള യാത്ര, അത് കല്ലും മുള്ളും ഒക്കെ ഉണ്ട് എങ്കിലും, തടസ്സങ്ങളും പ്രയാസങ്ങൾ ഉണ്ട് എങ്കിലും, അത് അത് സന്തോഷവും സമാധാനവുമാണ് ആ വഴിയിൽ കൂടി പോകുന്നത്. മനുഷ്യന്റെ വഴിയെ കുറിച്ച് പറയുന്നത് മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനം മരണവഴിയാണ്. അത് ദുഃഖത്തിലാണ് അവസാനിക്കുന്നത്, അവിടെ സമാധാനമില്ല, അത് നിരാശയിലാണ് അവസാനിക്കുന്നത്. അത് തന്നെയല്ല അവന്റെ വിചാരം അല്ലെങ്കിൽ ആ വഴി എന്ന് പറയുന്നത്, അത് കപടത നിറഞ്ഞതാണ്, അത് അസൂയ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നാശത്തിലേക്ക് പോകുന്നതും, അത് നിരാശയുടെയും ദുഃഖത്തിന്റെയും അനുഭവത്തിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞത്, ഇവിടെ ദൈവത്തിന്റെ വഴി അത്
ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ വളരെ ഉയർന്നു, ഉയരത്തിലുള്ള ജ്ഞാനം, അറിവ് എന്നൊക്കെ പറഞ്ഞാൽ അത് നിർമ്മലമാണ് എന്നൊക്കെ ദൈവത്തിന്റെ യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ആ വഴിയും മനുഷ്യന്റെ വഴിയും വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് അത് അടിസ്ഥാനപരം. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ വ്യത്യാസമാണ്. അപ്പൊ മനുഷ്യൻ ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ, അല്ലെങ്കിൽ അവന്റെ യുക്തിയിൽ ചിന്തിക്കുമ്പോ, അവൻ ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് തെരഞ്ഞെടുത്ത മാർഗങ്ങളിൽ കൂടി ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോ അവർ പരാജയപ്പെട്ടു പോവുകയാണ്, അവർ നിരാശയുടെ അനുഭവത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ തൃത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. തൃത്വോപദേശത്തിന്റെ അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളിലേക്കും അല്ല, നമ്മൾ അല്പമായിട്ടാണല്ലോ ചിന്തിക്കുന്നത്. തൃത്വോപദേശത്തിന്റെ അടിസ്ഥാനം ദൈവവചനത്തില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതില് നമ്മൾ 2 വാക്യങ്ങൾ, 17ാമത്തെ വാക്യത്തില് ഇങ്ങനെയാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമുക്കറിയാം കർത്താവിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആണ് ആ 13 മുതലുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടെ പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന് മുമ്പത്തെ 16ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അപ്പൊ ഇവിടെ പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും നമുക്ക് ഒരേ സ്ഥലത്ത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. തൃത്വമില്ല, അവിടെ തൃത്വത്തെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണത്. അനേക ഭാഗങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നുണ്ട്. അതില് ഒരു ഭാഗം, നമുക്ക് വളരെ സുപരിതമായ ഒരു ഭാഗം ആണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, കർത്താവ് ക്രിസ്തീയ സ്നാനത്തോടുള്ള ബന്ധത്തില് കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പാനായിട്ട്. അവിടെയും ഈ ത്രിയേക ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന്. വീണ്ടും ആശീർവാദ വചനം 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 14ാമത്തെ വാക്യത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടെയും ആ ത്രിയേക ദൈവത്തെ കാണുകയാണ്. അത് ഓരോ ഇതിന്റെയും ക്രിസ്തുവിൽ നിന്ന് എന്ത്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയാണ്, ദൈവത്തിൽ നിന്ന് സ്നേഹമാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് കൂട്ടായ്മയാണ് എന്ന് വ്യത്യസ്തത കാണിച്ചുകൊണ്ട് ആ ത്രിയേക ദൈവത്തെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവിടെ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മുടെ ആമുഖ ചിന്താ വാക്യത്തിൽ തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യത്തില്, ഞാൻ പിതാവിനോട്, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോ ഞാൻ പുത്രനാം ദൈവവും പിതാവാം ദൈവവും സത്യത്തിന്റെ ആത്മാവ് എന്ന പരിശുദ്ധാത്മാവ്, ഈ മൂന്നിനെയും ആ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ദൈവവചനം തുടങ്ങുമ്പോൾ തന്നെ ഈ ത്രിയേക ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ആ ത്രിയേക ദൈവത്തെ അവിടെ കാണുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഈ ഭാഗത്ത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞല്ല
ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും നമ്മൾ വചനത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. അത് തന്നെയല്ല, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലവാക്യത്തിൽ ഇലോഹീം എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വാക്ക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ അതിൽ ദൈവം പിതാവാം ദൈവത്തെ അവിടെ കാണുന്നു. പിന്നെ ആ രണ്ടാം വാക്യത്തില് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ ആത്മാവിനെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇനി പുത്രന് ദൈവത്തെ ഇവിടെ നേരെ കാണുകയല്ല, അത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന കൽപ്പന അല്ലെങ്കിൽ ആ വചനമാണ് പുത്രനാം ദൈവം. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെയാണ് ദൈവത്തോട് കൂടെ ഏക ദൈവം, ഒന്നിൽ തന്നെ ആയിരിക്കുന്ന ത്രിത്വം. അത് ഇവിടെ കാണാം. അപ്പൊ ഇവിടെ പിതാവാം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വചനമാണ് വചനമാം ദൈവം, പുത്രനാം ദൈവം. അവിടെ ഇവിടെ ഈ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 3 വരെയുള്ള വാക്യത്തില് ഇത് വരുമ്പോ ഇത് സൃഷ്ടിയുടെ ആരംഭമല്ല എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന്റെ ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഭൂമി പാഴായും ശൂന്യമായും ആയിരുന്ന അവസ്ഥയ്ക്ക് മുമ്പ് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് വചനത്തിൽ കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ റീപ്ലനിഷ് ചെയ്യുകയാണ്, പുനർനിർമ്മിക്കുകയാണ്, പുനഃസ്ഥാപിക്കുകയാണ് അവിടെ ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുനഃസ്ഥാപിക്കുന്ന സമയത്ത് പിശാചിനെയും അവിടെ കാണുന്നുണ്ട്. അതാണ് ഈ ഉൽപ്പത്തിയുടെ ആദ്യത്തില് പിശാചിനെയും നമ്മളവിടെ കാണുന്നുണ്ട്. എന്താണ്? ആഴത്തിന്മീതെ ഇരുട്ടുണ്ടായിരുന്നു. അതായത് പിശാചിന്റെ വേറൊരു ഉപമിച്ച് പറയുന്ന ഇരുള്, അല്ലെങ്കിൽ അതായത് ഇരുൾ നിറഞ്ഞത്, പൗഷ്ക നിറഞ്ഞത്, അന്ധകാരം നിറഞ്ഞത്. പിശാചിന് വേറൊരു അവനെ വിശേഷിപ്പിക്കുന്ന വേറൊരു വാക്കാണ്. അപ്പൊ അവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണുമ്പോൾ അവിടെ പിശാചിനെ അവിടെ കാണുന്നു എന്ന് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഈ വേദഭാഗങ്ങളില് നമ്മൾ നോക്കുമ്പോ ഈ ത്രിയേക ദൈവത്തെ അവിടെ കാണും. ആ ത്രിയേക ദൈവം എന്നുള്ളതിനെ പിന്നെ ആ ഉൽപ്പത്തി 1:26 വരുമ്പോ അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നമ്മുടെ പ്ലൂറൽ ഫോമിലാണ് അവിടെ പറയുന്നത്. അനന്തരം ദൈവം ഏകനാം ദൈവത്തെ അവിടെ കാണിച്ചിട്ട് അതിന്റെ ഒന്നിൽ കൂടുതലുള്ള അവസ്ഥയെ അവിടെ വെളിപ്പെടുത്തുകയാണ്. രണ്ടും ഒരേ സമയത്ത് തന്നെ അവിടെ നമുക്ക് കാണുകയാണ്. അത് വചനത്തിന്റെ ആ മനോഹരിത ദൈവം നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. ഈ മനുഷ്യന് ഈ ഭാഷ എന്ന് പറയും, ദൈവത്തിന്റെ കാര്യങ്ങളെ മനുഷ്യന് പറഞ്ഞു തരണമെങ്കിൽ ദൈവം അവന്റെ ഉന്നതിയിൽ നിന്നും അവന്റെ പരിജ്ഞാനത്തിൽ നിന്ന് എത്രയോ താഴോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഒരു പ്രത്യേക വിഷയത്തിൽ PhD ലെവലില് കാര്യങ്ങൾ പഠിച്ച ഒരുവൻ LKG UKG ഉള്ള ഒരു കുട്ടിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ PhD ലെവലില് കാര്യങ്ങളെ മനസ്സിലാക്കിയവന് എത്ര താഴത്തേക്ക് ഇറങ്ങി വരണം. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആ ഉയരമോ അളവോ മനുഷ്യനടക്കാൻ വയ്യാത്ത അവസ്ഥയിലിരിക്കുന്ന ആ ദൈവത്തിന്റെ ജ്ഞാനം എത്രയോ താഴോട്ട് ഇറങ്ങി വന്നിട്ടാണ് ദൈവം നമുക്കത് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കുന്നത്. അത് നമ്മൾ ആദ്യം അടിസ്ഥാനമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയാണ് അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിലെ പ്ലൂറൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുക. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 3:22 വരുമ്പോ യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. നമ്മിൽ ഒരുത്തനെ പോലെ. അപ്പൊ ഒന്നിൽ കൂടുതൽ ഉള്ള അവസ്ഥ അവിടെയും വെളിപ്പെടുത്തും. നമ്മിൽ ഒരുത്തനെ പോലെ.
ആയിത്തീർന്നിരിക്കുന്നു എന്ന്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്, അവിടെ വീണ്ടും നമ്മെ പോലെ ഒന്ന് ആകേണ്ടതിന്, അത് അവർ ഒന്നായിരിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, അത് ഒന്നായിരിക്കുകയാണ്. അവരെ ഒന്നിൽ കൂടുതൽ ഒന്നായിരിക്കുകയാണ്. അത് തൃത്വം, ത്രിയേക ദൈവം. മനുഷ്യ ബുദ്ധിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അത് ദൈവ ആത്മാവിൽ മാത്രമേ അത് ഗ്രഹിപ്പാനായിട്ട് കഴിയുള്ളൂ. അവിടെയും അപ്പോ ഒന്നിൽ കൂടി ത്രിയേക ദൈവത്തിന്റെ കാര്യങ്ങളെ അവിടെ മനസ്സിലാക്കിയിരിക്കുകയാണ്, നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വചനത്തിന്റെ അനേകം വേറെ ഭാഗങ്ങളിലും ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചായിട്ട് നമ്മൾ അല്പം പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു അല്പം ഭക്ഷിച്ച് നമ്മൾ അതിന്റെ കാര്യങ്ങളിൽ അതിന്റെ ആഴത്തിലേക്ക് അടിസ്ഥാനം ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് പഠിപ്പാനായിട്ട് ചിന്തിപ്പാനായിട്ട്. അപ്പോ അടുത്തത് പരിശുദ്ധാത്മാവിന്റെ നമ്മൾ പെരുധാരണയുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ആളത്വം. ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ അതൊരു ദൈവം ഒരു ശക്തിയാണോ ഒരു വ്യക്തിയാണോ, അത് തന്നെ ഒരു അടിസ്ഥാനപരമായിട്ട് ചിന്താകുഴപ്പമാണ്. കാരണം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അങ്ങനെയുള്ളവര് ദൈവത്തെ ഒരു ശക്തിയായിട്ട് മാത്രം അവിടെ കാണുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ശക്തിയായിട്ടല്ല, ഒരു വ്യക്തിയായിട്ട് ദൈവം നമ്മെ പരിചയപ്പെടുത്തിയിരിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും അങ്ങനെയാണ്. അപ്പൊ അതിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം നമ്മളൊന്ന് ചിന്തിക്കും, വ്യക്തിയാണോ എന്നുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അവൻ ആത്മാവിനെ കുറിച്ച്, അതൊരു വ്യക്തി ആളത്വം ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് എന്നെ കുറിച്ച് എന്നെ പറയുള്ളായിരുന്നു. പക്ഷെ ഇവിടെ അവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അവൻ എന്നാണ് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്നു എന്നതിന്റെ ഒരു ലക്ഷണം, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു എന്നുള്ളതിന്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോ പാപത്തെക്കുറിച്ച് നമുക്ക് എന്റെ പാപത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ അല്ല, എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുന്നുണ്ട് എങ്കിൽ ഒന്ന് ഉറപ്പിച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു. അവൻ വന്നു പരിശുദ്ധാത്മാവ് വന്നു എന്നതിന്റെ അടിസ്ഥാന ലക്ഷണമാണ്. നമ്മൾ ചെയ്ത പാപം, ചെയ്യാത്ത പാപം, നമ്മളുടെ പാപ ആരോപണങ്ങളുണ്ട്. പാപ ആരോപണങ്ങൾ വരുമ്പോഴുള്ള അവസ്ഥയും യഥാർത്ഥമായി പാപം ചെയ്തിരിക്കുന്ന അവസ്ഥയും, അത് രണ്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൻ കടന്നു പോകേണ്ടതായ ആ സന്ദർഭം രണ്ടുമുണ്ട്. അവൻ യഥാർത്ഥമായി ചെയ്ത പാപം അവസ്ഥയുണ്ട്, അവൻ ചെയ്യാത്ത പാപമുണ്ട്, ആരോപണങ്ങളുണ്ട്, കുറ്റാരോപണങ്ങളുണ്ട്. പലപ്പോഴും ഈ ആരോപണങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കും. നമ്മളെ കുറിച്ച് ദുഷിച്ച് പറയുമ്പോൾ ദൈവജനം അവിടെയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് അതിന് മാതൃക തന്നു. കർത്താവിന്റെ ജീവിതകാലത്ത് ആദ്യം മുതല് ക്രൂശിൽ കടന്നുവരെയും കർത്താവിനെ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്തു. അപ്പോഴും കർത്താവ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ എന്ന് അവിടെ തർക്കിയതൊന്നും അല്ല കർത്താവ് ചെയ്തത്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സ്തെഫാനോസും അവനെ കല്ലെറിഞ്ഞപ്പോൾ ആ മരണത്തിന് പ്രാപിക്കുന്നതിന് മുമ്പ് ഈ കുറ്റം ഇവർ നിർത്തരുതേ, അവരോട് ക്ഷമിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തോട് അപേക്ഷിക്കും. ഞാൻ പറഞ്ഞത് നമ്മിൽ പാപം ഉണ്ടാകും, അതിനെക്കുറിച്ച് ബോധ്യം വരും, പാപ ആരോപണങ്ങളും ഉണ്ടാവും. ഈ രണ്ടവസ്ഥയും നമ്മൾ അതിജീവിക്കും. അത് പരിശുദ്ധാത്മാവില്ല. പാപ ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിച്ചു വയ്ക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ് ദൈവവചനം പറയുന്നത്. കർത്താവ് അതിനെ മൗനത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചതുപോലെ, പ്രാർത്ഥനയോടെ സ്വീകരിച്ചതുപോലെ അതിനെയും നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയണം. അത് പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ, അത് പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു എന്നതിന് ഞാൻ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവൻ വന്ന്
കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന അതാണ്. ഇനി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തികൾക്കുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവനുണ്ടാവും. അതിന് ചില കാര്യങ്ങൾ വേഗം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിപ്പാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഉള്ളത് അവന് ഇച്ഛാശക്തി ഉണ്ട് എന്നുള്ളതാണ്. ഏത് വ്യക്തിക്കുള്ള ഒരു ഇച്ഛാശക്തി ഇല്ലാത്തൊരു വ്യക്തിയെ 1 കൊരിന്ത്യർ 12-11 വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന് മനുഷ്യനുള്ള ഒരു വ്യക്തിക്കുള്ള ഇച്ഛാശക്തി പരിശുദ്ധാത്മാവിനുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. വീണ്ടും ബുദ്ധിശക്തി. നെഹമ്യാവിന്റെ പുസ്തകം 9-20 വാക്യം, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. ഉപദേശിപ്പാനാണ് ബുദ്ധിശക്തി. വീണ്ടും അറിവ്. 1 കൊരിന്ത്യർ 2-10-12 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊന്നും വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ സമയമില്ലല്ലോ. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ദൈവത്തിലുള്ളത് ഗ്രഹിപ്പാൻ ദൈവ ആത്മാവിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ എന്നും. അത് അറിവ് ദൈവാത്മാവിൽ. ഇനി വീണ്ടും ശക്തി. 1-8 വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്. അപ്പോ ശക്തി എന്ന് പറയുന്നത് ദൈവാത്മാവ് ശക്തിയായിട്ടല്ല, അവനിൽ ഉള്ളതാണ് ശക്തി. അല്ലാണ്ട് ദൈവം ഒരു ശക്തിയായിട്ടല്ല, വ്യക്തിയായിട്ടാണ് നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും ആശ്രയിക്കേണ്ടതും. വീണ്ടും സ്നേഹിക്കുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവിന്. റോമാലേഖനം 15-32 വാക്യം, ആത്മാവിന്റെ സ്നേഹത്തെ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മൾ തുടർ ക്ലാസ് ആണല്ലോ, അപ്പോ ഈ വിഷയത്തിൽ തുടർന്ന് മറ്റേ ഇനി ദൈവ ആത്മാവിനുള്ള ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ. അവന് ദുഃഖിക്കുന്ന പരിശുദ്ധാത്മാവ്. എഫേസ്യർ 4:30, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മളോട് ഒരു വലിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മളുടെ പാപം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മിലുള്ള പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക, ഞെരങ്ങുക. അപ്പോ ഒരു വ്യക്തിക്കുള്ളതായ സ്വഭാവങ്ങൾ ഈ പരിശുദ്ധാത്മാവിലും നമുക്ക് കാണുക. നമ്മളത് ചിന്തിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ശക്തിയല്ല, വ്യക്തിയാണ് എന്ന് നമ്മൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെ ചിന്തിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തുടർന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കൃപ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങള്, വരങ്ങള്, അങ്ങനെ ആഴമേറിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മേഖലകള്, അതിന് ആഴമേറിയ ആ വിഷയത്തിലേക്ക് പടിപടിയായിട്ട് നമുക്ക് വരും സമയങ്ങളിൽ ഈ ബലഹീനന് അവസരം ലഭിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവമക്കളേറെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇളയവന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. വിളക്കാണേ ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണേ ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.